ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്സിനൊക്കെ പറ്റിയ ക്യാരറ്റ് കേക്കാണ്. ബീറ്ററൊന്നും ഇല്ലാതെ നമുക്ക് മിക്സിയിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. ചെയ്യാം. അതിനുവേണ്ടി ഞാൻ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 3 എടുത്തിട്ടില്ല, 2 എടുത്തിട്ടുള്ളൂ. ഒരു ഭംഗിക്ക് വേണ്ടി എടുത്തതേ ഉള്ളൂ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് ചീകി എടുക്കുക. പിന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്. വാനില എസൻസ് എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് മധുരം ഉണ്ടാവും. ഇത്തിരിയും കൂടി മധുരം കുറവ് വേണമെന്നുള്ളവർക്ക് പകുതി എടുത്താൽ മതിയേ. ജാർ എടുത്തിട്ടുണ്ട്. ഇതിലൂടെ നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കുവാണേ. നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മൂന്നും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഈ വാനില എസൻസിൻ്റെ മൂടി തന്നെയാണ് ഞാൻ ഒഴിച്ച് അളവെടുക്കാറ്. ഒരു കഷ്ണം പട്ടയും 3 ഏലക്കായയും ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക മണമാണ് നമ്മുടെ കേക്ക് വെന്ത് വരുമ്പോൾ. നല്ല അടിപൊളി മണമാണ് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ നമ്മൾ ചീകി വെച്ചിട്ടുള്ള പകുതി ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഞാൻ പകുതിയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് 75 ml കപ്പിൽ 1 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലോ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓയിലാണ് ഒഴിക്കണത്. അത് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈവിടാതെ നന്നായിട്ട് എല്ലായിടത്തും യോജിപ്പിച്ച് കൊടുക്കണേ. ഇങ്ങനെ അരിപ്പക്കയിൽ വെച്ച് കൊടുക്കാം. അതിലോട്ട് 250 ml കപ്പിൽ മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിപ്പക്കയിലോട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1.25 ml സ്പൂണിൽ നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള പിഞ്ചുപ്പ് എന്ന് പറയാൻ മധുരം ബാലൻസ് ചെയ്യാനായിട്ടുള്ളൊരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമ്മൾ ചീകി വെച്ചിട്ടുള്ള ബാക്കി ക്യാരറ്റും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് ഞാൻ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. അതിലോട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ എല്ലാം കൂടി കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് ഇതിലോട്ട് ചേർക്കുമ്പോൾ എല്ലാം പോയി അടിയിൽ പോയി കിടക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഈ മൈദ കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ ഇങ്ങനെ മിക്സാക്കി കഴിയുമ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് 6 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്ന് എടുത്തിട്ടുണ്ട്. 1/2 കിലോനൊക്കെ കേക്ക് ബേക്ക് ചെയ്യുന്ന ടിന്നാണ്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എല്ലായിടവും ബ്രഷ് ചെയ്ത് കൊടുക്കാം.
ഞാൻ നന്നായിട്ട് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തും ആകുന്ന രീതിയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലോട്ട് കുറച്ച് കശുവണ്ടി ഭംഗിക്ക് വേണ്ടിയിട്ട് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അത് 10 മിനിറ്റോളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ബാറ്റർ അതിലോട്ട് വെച്ച് കൊടുക്കും. ഒട്ടും എയർ പോകാത്ത പാത്രമായിരിക്കണം കേട്ടോ. ഇപ്പോൾ നോൺ സ്റ്റിക്ക് അല്ല, നിങ്ങൾക്ക് ചരുവനോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഒട്ടും എയർ പോകരുത്. അതിലോട്ടൊരു റിങ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ടിൻ അതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. 20 അല്ലെങ്കിൽ അരമണിക്കൂർ നമുക്ക് നോക്കാം. ടൈം എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാവേ. ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി വെക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ തുറന്നു നോക്കുന്നത് 10 മിനിറ്റ് കഴിഞ്ഞാണ്. മൊത്തം 35 മിനിറ്റ് ആയിട്ടുണ്ട് കേക്ക് ശരിക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. 35 മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കിയപ്പോൾ ഒട്ടും അതിലായിട്ടില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ടിന്നതിൽ നിന്ന് മാറ്റാം. അത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മേലെ നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും ഒരു ബ്രഷ് കൊണ്ട് തൂത്ത് കൊടുക്കാം. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ്, ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൂടോടുകൂടി തന്നെ ഇങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് അത് കഴിഞ്ഞ് പയ്യെ ഇതിൽ നിന്ന് വിടിയിപ്പിച്ച് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം തന്നെ വിട്ടുപോരും. ഞാനിപ്പോൾ ചൂടോടുകൂടിയാണ് ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്, ചൂടുണ്ട്. നമുക്കിനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. കണ്ടോ, ഞാൻ മാറ്റിയിട്ടുണ്ട്. ചൂടുണ്ട്. നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് മുറിച്ചിട്ടുള്ളത്. കണ്ടോ, ഈന്തപ്പഴം കണ്ടോ, ക്യാരറ്റ് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ക്യാരറ്റ് ഈന്തപ്പഴമൊക്കെ ഇങ്ങനെ അവിടെ എവിടെയായിട്ട് ഇരിപ്പുണ്ട്. ഭയങ്കര സോഫ്റ്റ് കേക്കാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കണ്ടോ, എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ.